നമസ്കാരം, ഞാൻ അനന്തലക്ഷ്മി. തനിമ സ്പെഷ്യൽ ന്യൂസ്. 2-ാം തീയതി സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ തുറക്കുന്നതിൻ്റെ മുന്നോടിയായി അതിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഒരു പൊതുനിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളെക്കുറിച്ച് വരുദ്യോസ്ഥ നിർദ്ദേശങ്ങൾ സർക്കുലറായിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ ഞങ്ങൾ എല്ലാ സ്കൂളുകളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കും. അത് മാത്രമല്ല, അത് SHOമാരുടെ നിയന്ത്രണത്തിലായിരിക്കും ആ ഗ്രൂപ്പ് പ്രവർത്തിക്കുക. മാത്രമല്ല, ഈ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി SHOമാർ സ്കൂൾ അധികൃതപരമായിട്ട് ഒരു മീറ്റിംഗ് നടത്തേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, SHOമാർ എല്ലാ പോലീസ് സ്റ്റേഷനിലെ SHOമാർ സ്കൂൾ സന്ദർശിച്ച് സ്കൂളിൻ്റെ മൊത്തം സ്ഥിതിഗതികൾ വിലയിരുത്തും. സ്കൂളിൻ്റെ ഫിറ്റ്നസ്, സ്കൂളിൻ്റെ പരിസരം ശുചീകരണങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ തുറസായ കിണറുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും സുരക്ഷ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വിലയിരുത്തും. മാത്രമല്ല, ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് വാങ്ങാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് വാങ്ങാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്കൂളിൽ കുട്ടികൾ വരുന്നതും പോകുന്നതുമായ സമയത്ത് അനാവശ്യമായി കറങ്ങി നടക്കുന്ന യുവാക്കളെ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരാവശ്യമില്ല സ്കൂളിൻ്റെ പരിസരത്ത് വരുന്ന യുവാക്കളെ ശ്രദ്ധയിൽപ്പെടുത്തുക, റൈസിങ്, ബൈക്കിൽ വന്ന് നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവരെയൊക്കെ നിരീക്ഷിക്കാനും വേണ്ട നിയമ നടപടികൾ ചെയ്യാനുള്ള ഒരു തീരുമാനമെടുക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അത് പ്രാവർത്തികമാവുകയും ചെയ്യും. സ്കൂളിൻ്റെ ചുറ്റുപാടും പുകയില ഉൽപ്പന്നങ്ങളോ ലഹരി പദാർത്ഥങ്ങളോ വിൽക്കാൻ പാടില്ല. അത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അത് പോലീസ് യൂണിഫോമിലും മഫ്റ്റിയിലും അതിനെപ്പോലുള്ള പരിശോധനകൾ നടത്തുന്നതാണ്. പിന്നെ നമ്മുടെ സബ് ഡിവിഷനിലെ ഓരോ സ്കൂളിലും ഓരോ പോലീസ് ഉദ്യോഗസ്ഥന് ചുമതല നൽകിയിട്ടുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ അയാളുടെ ഒരു ബൗണ്ട് ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണത്. ഒരു സ്കൂള് ഒരു ചുമതല അയാൾക്ക് നൽകിയിട്ടുണ്ട്, ഓരോ ഉദ്യോഗസ്ഥന്. അപ്പോൾ അയാളത് പോവുകയും നോക്കുകയും അയാളുടെ ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി പോലെ അത് അയാൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും. അതിനുള്ളൊരു സംവിധാനവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, സ്കൂളിൻ്റെ പരിസരത്ത് ഉള്ള നിയമലംഘനങ്ങൾ കർശനമായി നമ്മൾ ഡീൽ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്കൂളിലെ കുട്ടികൾക്ക് ഏതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ വരുന്നതിനും പോകുന്നതിനും യഥേഷ്ടം ഒന്ന്. മാത്രമല്ല, ഈ ഡ്രൈവർമാർ, ഈ കണ്ടക്ടർമാർ അവരോട് മാന്യമായി പെരുമാറണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സ്കൂൾ കുട്ടികളോട്. ഇങ്ങനെ വിപുലമായ ഒരു അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ ഇരുചക്ര വാഹനങ്ങൾ വരുന്നവർ, പിന്നെ വ്യാപാരി വ്യവസായികൾക്കൊരു പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവരുടെ കടയിൽ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കില്ല എന്നുള്ളൊരു ബോർഡ് അവർ സ്ഥാപിക്കണം. അതോടൊപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ല, സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള ബോർഡ് സ്ഥാപിക്കണമെന്ന് സ്കൂൾ അധികൃതർക്കും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഈ പലപ്പോഴും ഈ ലഹരി വസ്തു ഉപയോഗവും വീട്ടിലെ സിറ്റുവേഷനും ഒക്കെ ബാധിക്കാറുണ്ട് സോഷ്യൽ സിസ്റ്റം. അതൊക്കെ മാറാൻ വേണ്ടി ഒരു ക്ലാസ്സുകൾ സംഘടിപ്പിക്കാനുള്ള, ഓരോ സ്കൂളുകളിലും ഓരോ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം മേലുദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് തന്നിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ അതും ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തുന്നതാണ്.